യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റിയാദിലുള്ള നൂർ ലൈറ്റിലോട്ടാണ്. അത് വരുമ്പോൾ തന്നെ ഞാൻ തുള്ളിച്ചാടിയിട്ടായിരുന്നു പോകണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും പറഞ്ഞിട്ട് ഇത് അവർ പറഞ്ഞായിരുന്നോണ്ട് ഞാൻ വന്നത്. അടിപൊളി സംഭവമാണെന്നൊക്കെ പറഞ്ഞത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവിടെ സ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പിക്ചേഴ്സൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ ഹാപ്പി ആയി. അതിൻ്റെ ഉള്ളിൽ അതൊക്കെ ആയിരിക്കും ഉണ്ടാവുക പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വലിയ പിരമിഡ് ഞാൻ കണ്ടുപോയി. പിരമിഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് പച്ച, രണ്ട് സൈഡ് പച്ച, ഒരു സൈഡ് നടുവിൽ റെഡ് കളറുമായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കണ്ണും പച്ചയും റെഡും കാണുമ്പോൾ എന്തൊരു രസമാണ്, കോമ്പിനേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം നോക്കി, സെക്യൂരിറ്റി മെല്ലെ മെല്ലെ വിടുണ്ടായിരുന്നുള്ള ഓരോരുത്തരായിട്ട്. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന്. കണ്ടില്ലേ, ഒരുപാട് ഐറ്റംസ് റെഡ് കളറായിരുന്നു, ട്രീ വരെ റെഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി. സെക്യൂരിറ്റി പിന്നെ ഞങ്ങൾ മെല്ലെ പറഞ്ഞു വിട്ടു. അടിയിൽ കണ്ടില്ലേ ഒരു പാലം പോലത്തെ എന്തോ ആണ്, അത് കൂടെ കയറിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ കണ്ണ് ഫുള്ള് റെഡ് കളറായി തോന്നി. പിന്നെ എൻ്റെ ഡ്രസ്സ് റെഡ്, എല്ലാവരും റെഡായിരുന്നു. അങ്ങനെ എല്ലാതും നോക്കിയിട്ട് ഞാനിങ്ങനെ മെല്ലെ അത് കൂടെ നടന്നു പോയി. ഇങ്ങനെ കാണാൻ രസമാണ്, അടിയിൽ ഇങ്ങനെ റെഡ് കളർ ഇങ്ങനെ ഇതാകുമ്പോൾ. അങ്ങനെ പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ ഫുൾ റെഡ്. പിരമിഡ് മുറിച്ച് തന്നെ ഞാനിങ്ങനെ റെഡ് കളർ കണ്ടിട്ടില്ല, പക്ഷേ ഇതേമാതിരി റെഡ് കളർ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ രസത്തോടെ. പക്ഷെ ആ റെഡ് കളറിൻ്റെ ഉള്ളിൽ ഗ്രീൻ കളർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. ഇടയിൽ കൂടെ നോക്കിയാൽ കണ്ടില്ലേ, ഇടയിൽ കൂടെ നോക്കുമ്പോൾ ഗ്രീൻ കളർ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചുവപ്പും ഗ്രീനുമാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ. അങ്ങനെ ഞാൻ ഇത്തിരി നേരം ആ റെഡും ഗ്രീനും ഒക്കെ നോക്കി ഞാൻ നല്ല നടന്നു പോയി. പിന്നെ ഞാനൊരു രസത്തിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്നു. കാരണം എന്താ വെച്ചാൽ ഒരു രസം, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇത്തിരി നേരം അങ്ങനെ നടന്നു വന്നു. ഇവിടെ നമ്മൾക്ക് പ്രൊജക്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്തൊരു ഭംഗിയുള്ള പ്രൊജക്റ്റ് ആയിരുന്നു. ഞാൻ അവിടെ പോയി ഒരുപാട് ആക്ഷൻസും നമ്മുടെ നെയലൊക്കെ കാണാൻ പറ്റൂട്ടോ. അവിടെ പോയി നിന്ന് കണ്ടില്ലേ, എൻ്റെ നെയലുണ്ട് അവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെന്നെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണത് കാണാനായിട്ട്. ഒരുപാട് ഡിസൈൻസും കളേഴ്സും മിക്സ്ഡാണ് അതിൽ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് പോലത്തെ എന്തോ ആണ്, അതിൽ ഞാൻ കയറിയിട്ട് ഒരുപാട് ഡാൻസ് ഞാൻ അതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതാണ് സംഭവം. ഇത് നമ്മളെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. കുറേ നേരം ഞങ്ങൾ അതിൽ നിന്ന് കളിച്ച്, ഞാൻ കുറേ നേരം കറങ്ങി കുറച്ച് നേരം നിന്നിട്ട്. കണ്ടില്ലേ, നമ്മളെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുള്ളൂ. ആരെങ്കിലും മുന്നിൽ കാല് വെച്ചാൽ അവരുടെ അടുത്ത് പോയി നിൽക്കും. എന്നെ കണ്ടില്ലേ, എൻ്റെ അടുത്ത് മാത്രം പ്രൊജക്റ്റായി നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളി ആവാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഞാൻ ഇത്തിരി നേരം ഇറങ്ങി വന്ന ശേഷം ഇവിടെ ഞാൻ എന്താ ഇപ്പോൾ കരയണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. മമ്മിയാണോ ഗിൽട്ടാണോ എന്നൊക്കെ എനിക്ക് കൺഫ്യൂഷനായിരുന്നു. അത്രയും ഭംഗിയിൽ വെള്ളവും ഉണ്ടായിരുന്നു അതിൽ. ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതിങ്ങനെ അലിഞ്ഞ് വരുന്ന പോലെയൊക്കെ എനിക്ക് നോക്കിയത്. മമ്മി അപ്പോൾ പോയി. മമ്മി അപ്പോൾ വൈറ്റ് കളറായ മമ്മി പോയി. മമ്മി അപ്പോൾ ബ്ലാക്കിലാണ് മമ്മീനെ കാണുകയുള്ളൂ. അവിടെ ഒരു ലൈറ്റൊക്കെ ആയിരുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവിടുത്തെ ഒരു ഐറ്റമാണ് വെള്ളം ഉള്ളിൽ. അങ്ങനെ നമുക്ക് അതിൽ ഒരുപാട് ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അടിയിൽ ഇങ്ങനെ ഒരു കളർഫുള്ളായിട്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് ഫ്ലാറ്റേഴ്സിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ പ്രൊജക്റ്റ് തന്നെയായിരുന്നു ഇതിലിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പാട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ, പാട്ടൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെയും നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നടുവിൽ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മളെ മാത്രം അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കാണിക്കുന്ന ഷേപ്പും പിക്ചേഴ്സും ഒക്കെ അതിൽ സ്ക്രീനിൽ കാണാൻ പറ്റും. ഞാൻ എന്ത് ചെയ്തു, ഹാർട്ട് ഷേപ്പ് കാണിച്ചു. അങ്ങനെ ഒരുപാട് ഷേപ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഒരു കല്ല് വെച്ച് ഇത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് നേരം അവിടെ പോയി നിന്നു. അവിടെ വെള്ളമാണ് നിൽക്കുന്നത്. അവിടെ ഒരു ബോട്ട് പോലെ സെറ്റാണ്, കയറും ഉണ്ട്, അതിലിങ്ങനെ വലിച്ചു വരണം. ഞാൻ അതിൽ റിസ്ക് എടുക്കാൻ പോയില്ല. തണുത്ത വെള്ളമായിരിക്കും, ഈ ക്ലൈമറ്റ് തന്നെ തണുപ്പായതുകൊണ്ട് തണുത്ത വെള്ളമാണ്. അതാണെങ്കിൽ ഒരു കനലായിട്ട് ഐറ്റമാണ്, അത് അപ്പുറത്തേക്ക് കടക്കാനായിട്ടാണ്. അങ്ങനെ ഞാനൊന്നും റിസ്ക് എടുത്തില്ല. കാരണം വെള്ളത്തേക്ക് വേണം നമ്മുടെ മേലൊക്കെ നനയും, ഡ്രസ്സ് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് എന്ത് ചെയ്തു, ഡ്രസ്സൊക്കെ നനയും. അതായത് ഞാൻ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്യണം, വെള്ളച്ചാട്ടം ഇവിടെയും ഉണ്ട് ഗൈസ്. അങ്ങനെ നോക്കിയപ്പോൾ ഇത് നമ്മുടെ മേത്തേക്ക് തെറിക്കൂട്ട്. ഞാൻ കയ്യായിട്ടുണ്ടായിരുന്നു, അവിടെ ഇത്തിരി പോയിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ കൂടെ നടന്നു പോവാം, പക്ഷെ മേത്തേക്ക് തെറിക്കും. ഇതൊരു പിങ്ക്
സിമെൻ്റ് ആണോ ഐസ്ക്രീം ആണോ ക്ലേ ആണോ സ്ലൈം ആണോ എന്ന് എനിക്ക് എന്തൊക്കെയോ തോന്നി. അത്രയും ഭംഗിയിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. കാരണം അതേപോലെ എനിക്ക് തുടരുത് കേട്ടോ, ഇന്നെന്ത് വൈബ്രേഷനൊക്കെ വരും. അത് കാരണം കുറച്ച് നേരം ഞാൻ നോക്കി നിന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ കാണാൻ. ബ്ലൂ കളറ്, റെഡ് കളറ്, ബ്ലാക്ക് കളർ, ഗ്രീൻ കളർ, യെല്ലോ, അങ്ങനെ ഒരുപാട് കളേഴ്സ് അതിലുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം അതിങ്ങനെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. ടാറ്റാ.